രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീമദ് വാൽമീകി രാമായണം യുദ്ധകാന്ഡം സർഗം 102. ലക്ഷ്മണ സഞ്ജീവനം. ശ്രീരാമൻ രാവണൻ്റെ വേൽ കൊണ്ടുള്ള പ്രഹരത്താൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ലക്ഷ്മണനെ കണ്ട് സുഷേണനോട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ പ്രാണങ്ങളെക്കാളും ഏറ്റവും പ്രിയപ്പെട്ട ഈ വീരനെ ഈ നിലയിൽ കണ്ട് മനം നൊന്ത എനിക്ക് യുദ്ധം ചെയ്യാൻ ശക്തി എവിടെ? സഹോദരൻ മരണമടഞ്ഞാൽ എനിക്ക് പിന്നെ പ്രാണനെന്തിന്, സുഖമെന്തിന്? എനിക്ക് ലജ്ജ തോന്നുന്നു. കയ്യിൽ നിന്ന് വില്ല് വഴുതിപ്പോകുന്നു, ബാണങ്ങൾ തളരുന്നു, മിഴികൾ കണ്ണീരിൽ മുങ്ങുന്നു, കൈകാലുകൾ കുഴയുന്നു, മരിക്കാൻ പോലും തോന്നുന്നു. ലക്ഷ്മണൻ ചേതനയേറ്റ് പോർക്കളത്തിലെ പൊടിയിൽ വീണ് കിടക്കുന്നത് കണ്ട് വിഷാദം പൂണ്ട് ആകുലേന്ദ്രനായി രാമൻ വിലപിച്ചു. ലക്ഷ്മണൻ യുദ്ധത്തിൽ ഹനിക്കപ്പെട്ട് വീണ് കിടക്കുമ്പോൾ എനിക്ക് രാജ്യം കൊണ്ടെന്ത് ഫലം, ജീവനെ കൊണ്ടെന്ത് കാര്യം? ഓരോ ദേശത്തിലും പത്നിമാരും ബന്ധുക്കളും ലഭിക്കും, എന്നാൽ സഹോദരനെ കിട്ടുന്ന ഒരു ദേശം പോലും ഉള്ളതായി ഞാൻ അറിയുന്നില്ല. സുഷേണൻ ശ്രീരാമനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഈ ലക്ഷ്മണൻ മരിച്ചിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ മുഖം വികൃതമായിട്ടില്ല, ഇരുണ്ടിരിക്കുന്നില്ല, നിഷ്പ്രഭമായിട്ടുമില്ല. ഇദ്ദേഹത്തിൻ്റെ മുഖം പ്രസന്നമായും കാന്തിയുള്ളതായും കാണപ്പെടുന്നു. കൈകൾ രണ്ടും ചെന്താമര പോലെ ചുവന്ന ഉള്ളം കൈകളോട് കൂടിയതായിരിക്കുന്നുണ്ട്. കണ്ണുകൾ രണ്ടും പ്രസന്നമായിരിക്കുന്നു. മഹാരാജാവേ, പ്രാണൻ പോയവരുടെ സ്വരൂപം ഇപ്രകാരം ഇരിക്കുന്നതല്ല. ദീർഘായുസ്സുള്ളവരുടെ മുഖം മാത്രമേ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. ഐശ്വര്യശാലിയായ ലക്ഷ്മണൻ മരണപ്പെട്ടിട്ടില്ല, ദുഃഖിക്കാതിരിക്കൂ. ഇദ്ദേഹം ജീവനോടുകൂടി തന്നെ ഇരിക്കുന്നു. നിലത്ത് കിടന്നുറങ്ങുന്ന ഇദ്ദേഹത്തിൻ്റെ ഹൃദയം കൂടെ കൂടെ സ്പന്ദിക്കുന്നതായി ജീവനുണ്ടെന്ന് അറിയിക്കുന്നു. ശ്രീരാഘവനോട് ഇപ്രകാരം പറഞ്ഞതിന് ശേഷം സുഷേണൻ അടുത്തിരിക്കുന്ന ഹനുമാനെ നോക്കി ഇപ്രകാരം പറഞ്ഞു: മുമ്പ് ജാമ്പവാൻ പറഞ്ഞ ഔഷധി പർവ്വതത്തിലേക്ക് വേഗം പോയി വരിക. അതിൻ്റെ തെക്കേ കൊടുമുടിയിൽ മുളച്ചിരിക്കുന്നതും വ്രണങ്ങളെ ഇല്ലാതാക്കുന്നതും ശുഭവുമായ വിശല്യകരണി എന്ന ഔഷധത്തെ കൊണ്ടുവന്നാലും, കൂടാതെ ലക്ഷ്മണനെ ജീവിപ്പിക്കുന്നതിനായി സാവർണകരണി, സഞ്ജീവനി, സന്ധാനകരണി എന്നീ മരുന്നുകളും കൊണ്ടുവന്നാലും. ഹനുമാൻ ഔഷധി പർവ്വതത്തിൽ ചെന്നപ്പോൾ ഔഷധിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഹനുമാൻ ആലോചിച്ചു: ഈ പർവ്വത ശിഖരത്തെ തന്നെ പറിച്ചെടുത്തു കൊണ്ടുപോകാം. ആ മഹാശക്തിമാൻ ആ ശ്രേഷ്ഠ പർവ്വതത്തെ 3 പ്രാവശ്യം ഇളക്കി 2 കൈകൾ കൊണ്ടും പിടിച്ച് പുഴക്കി പൊന്തിച്ചെടുത്തു. ഹനുമാൻ ആ ശിഖരത്തെ എടുത്തും കൊണ്ട് ആകാശമാർഗത്തിലൂടെ പറന്നു. ഹനുമാൻ മടങ്ങി വന്ന് പർവ്വത ശിഖരത്തെ ഇറക്കി വെച്ച് സുഷേണനോട് പറഞ്ഞു: ഔഷധി ഇന്നതാണെന്നറിയാത്തതിനാൽ പർവ്വതത്തിൽ നിന്ന് ശിഖരം തന്നെ ഞാൻ എടുത്തു കൊണ്ടുവന്നു. സുഷേണൻ ഔഷധി പറിച്ചെടുത്തു. ഔഷധി ചതച്ച് ലക്ഷ്മണൻ്റെ നാസികക്കടുത്ത് പിടിച്ചു. അത് ആഘ്രാണം ചെയ്ത ലക്ഷ്മണൻ ഉടനെ വ്രണങ്ങളറ്റവനായി, വേദന നീങ്ങിയവനായി നിലത്ത് നിന്ന് എഴുന്നേറ്റു. ശ്രീരാമൻ ലക്ഷ്മണനെ ഗാഢമായി ആലിംഗനം ചെയ്തു. ഇങ്ങനെ പറഞ്ഞു: വീര, നീ മരണത്തിൽ നിന്ന് തിരിച്ചെത്തിയത് ഭാഗ്യം തന്നെ. ലക്ഷ്മണൻ പറഞ്ഞു: എന്നെ ചൊല്ലി അങ്ങ് ദുഃഖിക്കരുത്. രാവണനെ ഇന്ന് തന്നെ അങ്ങ് വധിച്ച് പ്രതിജ്ഞ പരിപാലിക്കുക. സിംഹത്തിൻ്റെ മുമ്പിൽപ്പെട്ട ആന പോലെ അങ്ങയുടെ വാണമാർഗത്തിൽപ്പെട്ട ശത്രു പിന്നെ ജീവനോടെ പോവുകയില്ല. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ
ഈ ദുഷ്ടൻ്റെ വധം ഞാൻ ആഗ്രഹിക്കുന്നു. വീര, രാവണനെ വധിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചെയ്ത പ്രതിജ്ഞ പാലിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ, സീതയിൽ ആഗ്രഹമുണ്ടെങ്കിൽ വേഗം ഞാൻ പറഞ്ഞതുപോലെ ചെയ്താലും. 102-ാം സർഗം ഇവിടെ അവസാനിച്ചു. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ.